സർക്കാർ LP സ്കൂളിനായി ഒരു ഗ്രാമം കാത്തിരുന്നത് 4 പതിറ്റാണ്ട് കാലം. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ പലതവണ അപേക്ഷിച്ചെങ്കിലും കൈയൊഴിഞ്ഞു. പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം. ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. എത്രയും വേഗം സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന്. മലപ്പുറം മഞ്ചേരി പയ്യനാട് എലമ്പ്ര ഗ്രാമത്തിന്റെയും നിയമപോരാട്ടത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ് ഇനി. പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് പ്രദേശത്ത് ഒരു സ്കൂൾ വേണമെന്ന ആവശ്യവുമായി എലമ്പ്രക്കാരുടെ മുൻ തലമുറക്കാർ രംഗത്ത് വരുന്നത്. ഭൂമി വാങ്ങിയാൽ കെട്ടിടം പണിയാമെന്നും സ്കൂളിനായി ശ്രമം നടത്താമെന്നും നഗരസഭ അറിയിച്ചതോടെ 1982 നാട്ടുകാർ പിരിവെടുത്ത് ഒരേക്കറോളം വരുന്ന സ്ഥലം വാങ്ങി. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ സ്ഥലം ഇപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ 10 രൂപ 20 രൂപ അങ്ങനെ സെന്റിന് 200 രൂപ വെച്ചിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. ഗൾഫിലും അതുപോലെ തന്നെ മറ്റും ആദ്യമായിട്ട് ശമ്പളം കിട്ടിയിട്ട് സംഭാവന ചെയ്തതുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യന്റെ മഹർ ഇതിനു വേണ്ടി പണയം വെച്ചിട്ട് സ്ഥലം വാങ്ങിയതുണ്ട്. ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ച പൈസ എന്റെ പിതാമാൻ മർഹൂം മമ്മൂട്ടിയാജി എന്ന് പറയും ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സേവനം കൊണ്ട് ആണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. കിലോമീറ്ററുകൾ പിന്നിട്ടാണ് ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ പോകുന്നത്. കുട്ടികള് ഒന്ന് വടക്കങ്ങ സ്കൂള്, ചെറുകുളം, ചാരങ്കാവും വടക്കാവ് 4 കിലോമീറ്റർ 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരത്തിലാണ് പിള്ളേർ. ചെറുകുളം സ്കൂൾക്ക് 3 കിലോമീറ്റർ പോകണം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. 2015 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നാട്ടുകാരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സ്കൂൾ കർമ്മസമിതി സർക്കാരിനെ സമീപിച്ചെങ്കിലും നയപരമായ തീരുമാനം എടുത്തിട്ടില്ല എന്നായിരുന്നു മറുപടി. ഇതോടെ സ്കൂൾ കർമ്മസമിതി കൺവീനർ തേനത്ത് മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. സ്കൂൾ അനുവദിക്കുന്നതിന് 3 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. 1 വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെ ഫൈസിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കോടതിയലക്ഷ്യ കേസുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് 2021 കർമ്മസമിതി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതിയുടെ വിധി. ഏറെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ നാടാകെ. ഏതായാലും ഈ വിധി ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കോടതിയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ പ്രദേശത്തുകാരുടെ ഞങ്ങളെ ചിരകാല അഭിലാഷമാണ് ഈ സ്കൂള് എന്നുള്ളത്. സത്യസന്ധമായ ഒരു കാര്യം നേടാൻ ആത്മാർത്ഥതയോടെ മുന്നോട്ടു പോയാൽ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ലെന്നാണ് എലമ്പ്രക്കാർ പറയുന്നത്. മീഡിയ 1 മലപ്പുറം.